പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഘടന തകരുകയാണ്. ഇറാന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധമുഖം കൂടി തുറക്കുന്നു. ആ യുദ്ധഭൂമിയായി മാറുന്നത് സിറിയയാണ്. ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന സിറിയ. യുദ്ധസമാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും സിറിയയിൽ നിന്നും നടക്കുന്ന നീക്കങ്ങൾ. കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ആഗസ്റ്റ് 18-ന് ഇസ്രയേൽ ഒരു ആക്രമണം സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നടത്തിയിരുന്നു. സിറിയൻ അതിർത്തിക്കടുത്തുള്ള അബു അൽ ദുഹൂർ എന്ന് പറയുന്ന വ്യോമത്താവളമാണ് ആക്രമിച്ചത്. ഈ വ്യോമത്താവളത്തിന് പ്രത്യേകതയുണ്ട്. ഇത് തുർക്കിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തുർക്കി പറയുന്നത് തങ്ങൾ ഈ നിർമ്മാണം പൂർത്തിയാക്കി സിറിയയ്ക്ക് കൈമാറാനായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ തുർക്കി വളരെക്കാലമായി സിറിയയിൽ പിടിമുറുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ മുൻപുണ്ടായിരുന്ന ബഷർ അൽ അസദ് സർക്കാർ അവിടെ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. പലായനം ചെയ്തതോടുകൂടി ഇറാൻ റഷ്യ കൂട്ടുകെട്ട് തകരുന്നു. അവിടേക്ക് തുർക്കി എത്തുന്നു. ഇവർക്ക് സൈനിക സഹായം നൽകുന്നു, സൈനിക പരിശീലനം നൽകുന്നു, ലോജിസ്റ്റിക് സഹായം നൽകുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ സിറിയയുടെ മണ്ണിൽ തുർക്കി ആധിപത്യം സ്ഥാപിക്കുന്നു, സൈനിക യൂണിറ്റുകൾ സ്ഥാപിക്കുന്നു. ഇത് ഇസ്രയേൽ പലപ്പോഴായി വാൺ ചെയ്തൊരു കാര്യമാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന്. ഇപ്പോൾ ഏതായാലും ഇരു രാജ്യങ്ങളും യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തുന്നു. ഇതിനിടയിൽ അസർബൈജാനിൽ വെച്ച് ഇരു രാജ്യത്തിന്റെ പ്രതിനിധികൾ ചില ബാക്ക്ഡോർ സംഭാഷണങ്ങൾ നടത്തുന്നതായിട്ടും ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യക്ക് പിന്നാലെ, അതായത് ഇറാൻ അമേരിക്ക വാറിനേക്കാൾ ഭീകരമായ ഒരു യുദ്ധമായിരിക്കാം ഇസ്രയേൽ തുർക്കി തമ്മിൽ നടക്കാൻ സാധ്യതകൾ ഏറെയുള്ളത്. ഏതായാലും തുർക്കിയും അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നു. കാരണം ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാം. നിലവിൽ ഈ തുർക്കിയുടെ വ്യോമത്താവളം ആക്രമിച്ചതിന് എതിരെ തുർക്കി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.